നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഭയങ്കര. ഇമാം തുർമുദി ചേർത്തിട്ടുണ്ട്. മൻ സറഹു അൻ യൻളുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർദ് ഫൽയൻളുർ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്. എന്താ പറഞ്ഞേ? ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഷഹീദിനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ ത്വൽഹത്ത് ബിൻ ഉബൈദുള്ളയെ നോക്കട്ടെ. ഭൂമിയിലൂടെ നടക്കുന്ന ഷഹീദായിരുന്നു ആര്? എന്തായിരുന്നു ത്വൽഹത്ത് ചെയ്തത്? ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലലാണുള്ളവരുടെ വിഷയം. കൊല്ലാൻ വേണ്ടി അമ്പിങ്ങനെയും കുന്തം കൊണ്ട് ഇങ്ങനെ ഏറി വരും. അത് നോക്കിയിട്ട് സ്വന്തം ശരീരം കൊണ്ട് തടുക്കുകയും, സ്വന്തം ശരീരം കൊണ്ട് 70ഓളം അമ്പുകൾ ത്വൽഹയുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഞാൻ കഥ പറയല്ല, ഈ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ആർക്കെങ്കിലും കഴിയോ? ഇതാണ് സ്നേഹം. ആ സ്നേഹം ഹൃദയം കൊണ്ട് വേണം. നമ്പർ 1 അതാണ് 3 തലം എന്ന് പറഞ്ഞു. നമ്പർ 2 നാവ് കൊണ്ട് വേണം. നമ്പർ 3 ശരീരം കൊണ്ട് വേണം. ദഅ റസൂലുള്ളാഹി ബിദുആഇൻ കസീർ. അല്ലാഹു റസൂൽ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ലം നഹ്ഫദ് മിൻഹു ഷൈഅൻ. ഞങ്ങൾക്കതൊന്നും കാണാതെ പഠിക്കാൻ പറ്റിയില്ല. നമ്മളെ പ്രശ്നം തന്നെ. ഖുൽനാ യാ റസൂലല്ലാഹ്. എന്നിട്ട് ഞങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ദഅൗത ബിദുആഇൻ കസീർ. റസൂലേ, നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തു. ലം നഹ്ഫദ് മിൻഹു ഷൈഅൻ. ഞങ്ങൾക്കതൊന്നും കാണാൻ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഫഖാൽ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യജ്മഉ ദാലിക കുല്ലഹു. അലാ അദുല്ലുക്കും അലാ മാ യജ്മഉ ദാലിക കുല്ലഹു. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ദുആകളും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ദുആ പഠിപ്പിച്ചു തരട്ടെ. പണ്ടേ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി ദാസികളായി മാറാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവശ്വാസമാണ്. അവൻ്റെ ജീവിതത്തിൽ ശ്വസിക്കുന്നത് പോലെ അനുഭവപ്പെടേണ്ട ഒരു വികാരമാണ് നബി തിരുമേനിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം തന്നെ യഥാർത്ഥത്തിൽ ആരെങ്കിലും നിർബന്ധിച്ചുണ്ടാക്കേണ്ടതോ പറഞ്ഞു പഠിപ്പിക്കേണ്ടതോ ഒന്നുമല്ല. അതൊരു ജൈവ വികാരമാണ് സ്നേഹമെന്ന് പറയുന്നത്.
ആ വികാരം പല രീതിയിൽ, പല രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ ജീവികളിലും നാം കാണുന്നുണ്ട്. ബുദ്ധിയുമായി സ്നേഹത്തിന് വലിയ ബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനൊരു ജൈവ വികാരം എന്ന് പറഞ്ഞത്. ബുദ്ധിയുള്ളതും ഇല്ലാത്തതും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ നമുക്ക് പ്രത്യേക കാരണമുണ്ട്. അത് കേവലം ജൈവികമല്ല, മറിച്ച് അതിന് നമ്മുടെ വിശ്വാസവുമായി ബന്ധമുണ്ട്. വിശ്വാസമെന്ന് പറയുമ്പോൾ അതൊരു ബാഹ്യമായ കാര്യമായി നാം വിശ്വാസത്തെ കാണരുത്. ഇന്നതൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പഠിപ്പിച്ച് അപ്രകാരമായി മാറി എന്നതാണ് സങ്കടകരം. അത് നമുക്ക് ഉണ്ടായിത്തീരേണ്ട ഒന്നാണ്. ജൈവികമായ പ്രക്രിയകളെപ്പോലെ നമുക്കുണ്ടാകേണ്ട ഒന്നാണ് വിശ്വാസമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിച്ചു, ഉമ്മയെ സ്നേഹിച്ചു, എൻ്റെ സഹധർമ്മിണിയെ സ്നേഹിക്കുന്നു, എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യത്തിന് അവരുടെ ബയോളജിക്കൽ രീതിയോ രൂപമോ ഒന്നുമല്ല അതിൻ്റെ അടിസ്ഥാനം. മറിച്ച് അതെന്നിൽ സന്നിവേശിപ്പിക്കപ്പെട്ട എൻ്റെ സൃഷ്ടാവിൻ്റെ, എൻ്റെ റബ്ബിൻ്റെ, റഹ്മാനായ എൻ്റെ റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗം. അതിനേക്കാളൊക്കെ കൂടുതലാണ് റസൂലിനെ കുറിച്ച് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകേണ്ടത്. ഒരു വിശ്വാസി സ്വന്തം ജീവനേക്കാളധികം, ബാക്കിയൊക്കെ പിന്നെയാണല്ലോ, ഏറെ സ്നേഹിക്കേണ്ട വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിലെ 164-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അതൊരു വല്ലാത്ത വാക്കാണ്. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു തീർച്ചയായും വലിയ മിന്നത്താണ്, അഥവാ മന്ന എന്ന് പറഞ്ഞാൽ അതാണ്, അനുഗ്രഹമാണ്. പറഞ്ഞാൽ തീരാത്ത വലിയ അനുഗ്രഹമാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്. ഇദ് ബഅസ ഫീഹിം റസൂല, അള്ളാഹു അവർക്കൊരു റസൂലിനെ അയച്ചു കൊടുത്തു എന്നത്. ഒരുപാട് റസൂലുമാരുണ്ടാവും, പക്ഷേ അള്ളാഹു അയച്ച ഈ റസൂലിൻ്റെ പ്രത്യേകതയാണ് അടുത്ത വാചകം, മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ളതാണ്. ഞാൻ എൻ്റെ ഉപ്പയെ സ്നേഹിച്ചത്, എൻ്റെ ഉമ്മയെ സ്നേഹിച്ചത്, എൻ്റെ മക്കളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ സഹധർമ്മിണിയെ സ്നേഹിക്കുന്നത്, ഇതൊക്കെ മിൻ അൻഫുസിഹിം എന്നതാണ് കാരണം. അവരൊക്കെ എന്നിൽ നിന്നുള്ളതാണ്. മിൻ അൻഫുസിഹിം, അതാ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകേണ്ടത്. അതൊരു ബ്ലഡ് റിലേഷൻ അല്ല, മറിച്ച് അതിനേക്കാൾ കടുപ്പമുള്ള ഒരു റിലേഷനാണ്. എനിക്കെൻ്റെ ഉപ്പ എന്നെ വളർത്തിയിട്ടുണ്ട്, എനിക്ക് വേണ്ട സംരക്ഷണം നൽകിയിട്ടുണ്ട്. എൻ്റെ ഉമ്മ എന്നെ പാലൂട്ടി വളർത്തിയിട്ടുണ്ട്. എൻ്റെ സഹധർമ്മിണിയും എൻ്റെ മക്കളുമൊക്കെ എന്നെ വല്ലാതെ പരിപാലിക്കുന്നുണ്ട്. അതൊരു കാരണമാണ്. ഇവിടെ അതിനേക്കാൾ വലിയ കാരണമാണ് യത്ലു അലൈഹിം ആയാതിഹി, അതാണ് ഒന്നാമത്തെ കാരണം. അള്ളാഹു ഈ റസൂലിനെ അയച്ചപ്പോൾ ആ റസൂലിന് എന്നെ സ്നേഹിക്കാൻ,
എനിക്ക് റസൂലിനെ സ്നേഹിക്കാൻ ഒരു കാരണം നൽകി. ആ കാരണം യത്ലു അലൈഹിം ആയാതിഹി, അതാണ് ഒന്നാമത്തെ കാരണം. അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ തെളിവുകൾ, അത് ആ റസൂൽ വായിച്ചു കേൾപ്പിച്ചു, പഠിപ്പിച്ചു. വയുസക്കീഹിം, രണ്ടാമത്തെ കാരണം അതാണ്, തസ്കിയത്ത് നൽകി. എന്നെ ഞാനാക്കിയത് എൻ്റെ റസൂലാണ്. ഞാനൊരു റോ മെറ്റീരിയലായിരുന്നു, അസംസ്കൃത പദാർത്ഥമായിരുന്നു. ഒരസംസ്കൃത പദാർത്ഥത്തെ സംസ്കൃതമാക്കുമ്പോഴാണ് തസ്കിയത്ത് സംഭവിക്കുന്നത്. റസൂലിൻ്റെ ചരിത്രം നമുക്കറിയാം, അങ്ങനെയായിരുന്നു. ഒരുപാട് റോ മെറ്റീരിയലുകളെയാണ് റസൂല് മനുഷ്യരാക്കി മാറ്റിയത്. പോരാ, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുത്തു. കിതാബും ഹിക്മത്തും, കിതാബ് എന്ന് പറയുന്നത് അൽ കിതാബാണ്, വേദമാണ്. അൽ കിതാബ് റസൂൽ മുഖേനയാണ് നമുക്ക് കിട്ടിയത്. ആ റസൂലാണ് നമുക്കതിനെ ബയാൻ ചെയ്തു തന്നത്, വിശദീകരിച്ചു തന്നത്. വൽ ഹിക്മ, ആ കിതാബിനോടൊപ്പം ഹിക്മത്തും ആ റസൂല് പഠിപ്പിച്ചു. ഹിക്മത്ത് ജ്ഞാനമാണ്. റസൂലിൻ്റെ ചുണ്ടുകളിൽ നിന്ന്, റസൂലിൻ്റെ പ്രവർത്തികളിൽ നിന്ന്, റസൂലിൻ്റെ മൗനാനുവാദങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ജ്ഞാനം അത് വേറൊന്നും കിട്ടൂല. അതാണ് ഹിക്മത്ത്. ഈ മൂന്ന് കാര്യമാണ് എനിക്ക് റസൂലിനെ സ്നേഹിക്കാനുള്ള കാരണം. നമുക്കുണ്ടാകേണ്ട കാരണം അതായിരിക്കണം. ആ റസൂലായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ട വ്യക്തി. അത് ഈ റസൂലിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്താന്ന് പറയേണ്ടതില്ലല്ലോ. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, വിശ്വാസികൾ ഏറ്റവും കഠിനമായി സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനാണ്. ആ അള്ളാഹുവിനോടുള്ള സ്നേഹവുമായി കെട്ടിയിടപ്പെട്ടതാണ്, കൂട്ടിയിണക്കപ്പെട്ടതാണ് റസൂലിനോടുള്ള സ്നേഹം. അത് എപ്രകാരമായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂൻ അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അത്ഭുതകരമാണ് ആ വാക്ക്. നമ്മളെപ്പോഴെങ്കിലും ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. വല്ലാത്ത വാക്ക. മുഅ്മിനാവില്ല എന്നാ പറഞ്ഞു. ഹത്താ അകൂൻ അഹബ്ബ ഇലൈഹി, റസൂൽ പറയാം, ഞാനായിരിക്കണം അവൻ ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മൾ ആലോചിക്കേണ്ടതാണ് നമുക്ക് കഴിയുമെന്നുള്ളത്. വെറുതെ നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരേക്കാൾ? മിൻ വാലിദിഹി, പിതാവിനേക്കാൾ, മാതാപിതാക്കളെക്കാൾ, വവലദിഹി, മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, എല്ലാവരേക്കാളും, എല്ലാ മനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവൻ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സാധിക്കോ? അതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമല്ലോ. സാധിക്കണം, സാധിച്ചേ തീരൂ. സാധിക്കുമ്പോഴാണ് നമ്മൾ മുഅ്മിനാവുക. അതാണല്ലോ ലാ യുഅ്മിനു അഹദുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. നമുക്കറിയാം 3 തരം സ്നേഹ രീതികളുണ്ട്. അതേതാണ് ഇവിടെ? ഒന്നാമത്തെ സ്നേഹരീതി എന്ന് പറയുന്നത് മഹബ്ബത്തു ഇജ്ലാൽ, മഹബ്ബത്തു അളമ എന്നൊക്കെ പറഞ്ഞതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. മഹബ്ബത്തു ഇജ്ലാൽ, റെസ്പെക്റ്റിൽ നിന്നുണ്ടാകുന്ന ഒരു സ്നേഹമുണ്ട്. ഇതിനെന്താ പറയാ?
ഏതുപോലെയെന്ന് വെച്ചാൽ ഉദാഹരണം പറയാൻ എളുപ്പം. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് തോന്നുന്ന സ്നേഹം, അതൊരു ആദരവിൽ നിന്നുണ്ടായ സ്നേഹം അല്ലേ? സാധാരണ സ്നേഹമല്ല, ഒരു പ്രത്യേക സ്നേഹം. രണ്ടാമത്തെ സ്നേഹം മഹബ്ബത്തു ഷഫഖത്തിൻ അല്ലെങ്കിൽ മഹബ്ബത്തു റഹ്മ, കാരുണ്യത്തിൻ്റെ സ്നേഹം. കാരുണ്യത്തിൻ്റെ സ്നേഹം ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ മക്കളോട് നമുക്ക് തോന്നുന്ന സ്നേഹം, അത് കാരുണ്യത്തിൻ്റെ സ്നേഹമാണ്. മൂന്നാമത്തെ സ്നേഹം മഹബ്ബത്തു ഇസ്തിഹ്സാൻ ആണ്. മഹബ്ബത്തു ഇസ്തിഹ്സാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലരോടും സ്നേഹം തോന്നാറുണ്ട്, അതിനൊരു കോസ് ഉണ്ടാവും. ഈ മാതാപിതാക്കളല്ലാത്ത, മക്കളല്ലാത്ത മറ്റുള്ളവരോട് നമുക്ക് സ്നേഹമുണ്ടാകാൻ ഒരു കാരണമുണ്ടാവും. അത് അവരിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും നന്മകളായിരിക്കും. അതാണ് ഇസ്തിഹ്സാൻ, ഹസൻ. ഇതാണ് സ്നേഹത്തിൻ്റെ 3 വശങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 തലങ്ങളെന്ന് പറയുന്നത്. ഈ തലങ്ങളിൽ ഏതാണ് നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേൾക്കുമ്പോൾ വരുന്നത്? എൻ്റെ മക്കളെ പേര് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു സ്നേഹത്തിൻ്റെ തലമുണ്ട്, അതാണോ? എൻ്റെ മരിച്ചുപോയ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിറയുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രത്യേക ഒരു ഭാവമുണ്ട്, അതാണോ? എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ സഹധർമ്മിണിയെക്കുറിച്ച് പറയുമ്പോൾ, എൻ്റെ കൂട്ടുകാരെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ ഇഷ്ടപ്പെടുന്നവരെക്കുറിച്ച് പറയുമ്പോൾ, അതാണോ? ഏതാണ്? അത് സത്യത്തിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും ഒറിജിനലായി റസൂലിനെ സ്നേഹിച്ച ആളുകളുടെ ചരിത്രത്തിലേക്ക് വന്നത്. സത്യത്തിൽ അവിടേക്കാണ് നമ്മൾ പോകേണ്ടതും. അത് ഭയങ്കര അത്ഭുതം, ഭയങ്കര അത്ഭുതം. എല്ലാവരും അത്ഭുതം കൂറിയതാണ്. ഏറ്റവും കൂടുതൽ ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് ആ നേതാവിനെക്കുറിച്ചും അനുയായികളെക്കുറിച്ചുമാണ്. ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന അനുഭവങ്ങളും കഥകളും വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ആ നേതാവിനെക്കുറിച്ചും അനുയായികളെക്കുറിച്ചുമാണ്. അതെന്തുകൊണ്ടെന്നാൽ അത് ഒറിജിനലായിരുന്നു. ഒരു തരം ഡ്യൂപ്ലിക്കേഷനും അവിടെ ഇല്ല. നമുക്കൊരു പക്ഷേ ചിലപ്പോൾ അത് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ് അവരുടെ ആ സ്നേഹത്തിൻ്റെ തലങ്ങളിൽ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ പറയലിപ്പോൾ നബിയെ സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നാ പറയില്ല. അവർക്കതായിരുന്നില്ല, അവർക്കത് ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. സഹാബത്ത് നബിയെ സ്നേഹിച്ചത് ഒരു സ്നേഹപ്രകടനമായിരുന്നില്ല, അത് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കുത്തി സ്നേഹിപ്പിച്ചതായിരുന്നില്ല. 3 തലങ്ങളിൽ അവർ റസൂലിനെ സ്നേഹിച്ചു. ഒന്നാമത് അവരുടെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു. അത് ഭയങ്കര. ഹൃദയം കൊണ്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചാൽ, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ പിന്നെ വേറൊന്നുമില്ലല്ലോ. കാരണം ഹൃദയമാണ് ഒറിജിനൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശിഖുകളായിരുന്നു അവർ. നബിയെ പ്രണയിച്ചിരുന്നു അവർ. പ്രണയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മൂർത്തീഭാവമായിരുന്നുവെങ്കിൽ അത് സഹാബത്തിൻ്റെ ജീവിതത്തിൽ കണ്ടത് നബിയോടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത പ്രണയം. ഒരുപാട് പ്രണയ കാവ്യങ്ങളുണ്ട് സഹാബികളാൽ വിരചിതമായി. അത്ഭുതം തോന്നും, അത്ഭുതം തോന്നും. നമ്മൾ സാധാരണ കേൾക്കാറുള്ള പ്രണയത്തിൻ്റെ കാവ്യമൊക്കെ കേവലം തൊലിപ്പുറത്തുള്ളതാണ്. ഇതങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരം കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാതിരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറങ്ങാതിരിക്കുന്ന,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേദനയുണ്ടെങ്കിൽ അത് സ്വയം ശരീരത്തിൽ അനുഭവപ്പെടുന്ന, നമുക്കിത് പറയാനേ പറ്റണുള്ളൂ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ ഒരവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമനോഹരമായ ചരിത്രത്തിലൊരു സംഭവം കാണാം. നബിയുടെ ആദ്യ കാലഘട്ടത്തിൽ കഅബാലയത്തിൻ്റെ അടുത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കൂട്ടം ആളുകൾ മർദ്ദിക്കുകയാണ്. ആദ്യ ദിവസങ്ങളിലാണ് ഇത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കണ്ണിൽപ്പെട്ടു. അദ്ദേഹം ഓടിച്ചെന്നു അത് തടഞ്ഞു. അദ്ദേഹം ചോദിക്കുന്നുണ്ട് അവരോട്, എന്തിനാണ് നിങ്ങൾ മുഹമ്മദിനെ മർദ്ദിക്കുന്നത്? അദ്ദേഹം നിങ്ങളുടെ അൽ അമീനല്ലേ? അവര് തടയാൻ ചെന്ന അബൂബക്കറിനെയും മർദ്ദിച്ചു. ചരിത്രത്തിൽ പറയുന്നുണ്ട്, അവർ ധരിച്ചിരുന്ന ഒരു തരം മൂർച്ചയുള്ള ചെരുപ്പുണ്ട്. ആ ചെരുപ്പ് കൊണ്ട് അബൂബക്കറിനെ അടിച്ചു. മുഖത്തും തലയിലുമൊക്കെ അടിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തമൊഴുകി. ബോധരഹിതനായി അദ്ദേഹം താഴെ വീണു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ ബനൂ തൈം കുടുംബമാണ്. അവരദ്ദേഹത്തെ എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, കൊണ്ടുപോകുമ്പോൾ അവർ വിചാരിച്ചത് ഇത് ജീവൻ പോയിട്ടുണ്ട് എന്നാണ്. അത്രമാത്രം മർദ്ദനം. ആയിഷ റളിയല്ലാഹു അൻഹയാണ് പിന്നീട് ഈ സംഭവം പറഞ്ഞു തരുന്നത്. അവർ പറയുന്നുണ്ട്, ഞാനും ഉമ്മയും ഇരുന്ന് ഉപ്പയുടെ തലയിൽ ഇങ്ങനെ തലോടുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ മുറിഞ്ഞു പോരും. മുടിയൊക്കെ മുറിഞ്ഞു പോരണമെങ്കിൽ എന്തുമാത്രം അക്രമം നടന്നിട്ടുണ്ടാവും. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധം വന്നു. ബോധം വന്നപ്പോൾ ഞങ്ങൾ ഉപ്പാക്ക് കുറച്ച് വെള്ളം കൊടുക്കാൻ ശ്രമിച്ചു. അദ്ദേഹം വെള്ളം കുടിക്കാൻ വിസമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചത് ഒരു ചോദ്യമാണ്, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ ചെയ്തത് എന്ന്. അവർ പറഞ്ഞു, ഒന്നും പറ്റിയിട്ടില്ല റസൂലിന് എന്ന്. പക്ഷെ അദ്ദേഹത്തിന് ആശ്വാസമായില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ കൊണ്ടുപോകണം റസൂലിൻ്റെ സന്നിധിയിലേക്ക്. നടക്കാൻ അദ്ദേഹത്തിന് വയ്യാം. അദ്ദേഹം വാശി പിടിച്ചു, ഞാൻ ഈ വെള്ളം കുടിക്കണമെങ്കിൽ എനിക്ക് റസൂലിനെ കണ്ണുകൊണ്ട് കാണണം. അദ്ദേഹത്തെ അവരെല്ലാവരും താങ്ങി പിടിച്ചു കൊണ്ടുപോയി. റസൂലിനെ കണ്ടു അദ്ദേഹം. ആ റസൂലിനെ കണ്ട ശേഷമാണ് അദ്ദേഹം വെള്ളം കുടിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ഇത് എന്ത് സ്നേഹമാണ്. ഹൃദയത്തിൻ്റെ സ്നേഹം അതാണ്. ഹൃദയത്തിൽ നിന്ന് വന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. പറഞ്ഞാൽ തീരാത്ത അത്ര ഇത് ഈ പറയുമ്പോൾ തന്നെ സത്യത്തിൽ നമുക്ക് ലജ്ജ തോന്നും. ലജ്ജ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എത്ര പെർസെൻറ്റേജ് ഈ പറയുന്നത് എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെടുത്തി ജീവിതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് ലജ്ജയുടെ കാരണം. സൗബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു തടിച്ച മനുഷ്യനായി. ഒരിക്കൽ സൗബാൻ ഇസ്ലാം സ്വീകരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ നബി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ തൊലിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല തടിച്ച സൗബാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. നബി തിരുമേനി അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു, സൗബാൻ എന്തു പറ്റി? വല്ല അസുഖവും വന്നോ എന്ന്. ഞാൻ പറയുന്നത് കഥയല്ല കേട്ടോ, കഥ പറയല്ല, ഇതൊരു പച്ചയായ ജീവിതമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രോഗമൊന്നും വന്നിട്ടില്ല, പക്ഷേ
കുറേ ദിവസമായി എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത. എന്താ ചിന്ത എന്നറിയാം? എനിക്ക് അങ്ങയോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഓടി വരും. പക്ഷെ ഇപ്പോൾ എൻ്റെ ചിന്ത അതല്ല. ഞാൻ മരിച്ചു പോയാൽ ഞാൻ എങ്ങനെ അങ്ങയെ കാണും എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അഥവാ നരകത്തിലായിപ്പോയാൽ, ഇനി സ്വർഗത്തിലാണെങ്കിൽ തന്നെ ഏറ്റവും അടിയിലെ തട്ടിലെവിടെയെങ്കിലും ആയാൽ, അതാണ് എൻ്റെ ചിന്ത. നിങ്ങൾ ആലോചിച്ചപ്പോ ഞാൻ പറഞ്ഞത് അതാണ്, ഒരു കഥയല്ല. എങ്ങനെയാണിത്? എന്താണ് ഈ സ്നേഹത്തിന് നമ്മൾ പറയാം? തീരണില്ല, ഒരുപാടുണ്ട്. തിരുമേനിയുടെ ജീവിതം മുഴുവൻ ഇതാണ്. അതാണ് ഹൃദയം കൊണ്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, അവർ നാവ് കൊണ്ട് റസൂലിനെ സ്നേഹിച്ചു. ഇതിൽ ഒന്നാമത്തേതാണ് പ്രധാനം. എനിക്കറിയില്ല എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്ന് പറയാൻ എനിക്ക് അറിയില്ല, പറഞ്ഞു തരാൻ അറിയില്ല. എങ്ങനെയാണ് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എൻ്റെ റസൂലിനെ സ്നേഹിക്കുക? രണ്ടാമത്തേത് നാവ് കൊണ്ടുള്ള സ്നേഹമാണ്. പറയണ്ടല്ലോ ഇതെങ്ങനെയാണ്. പലതരത്തിലുള്ള മർദ്ദനങ്ങളും മുശ്രിക്ക് പ്രമുഖന്മാർ പലരെയും നടത്തി റസൂലിനെ കുറിച്ചൊരു മോശമായ വാക്ക് അവരുടെ നാവിൽ നിന്ന് വരും. ഒരു നാവ് കൊണ്ടൊരു മോശമായൊരു വാക്ക് കിട്ടാൻ നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർക്കായി സ്നേഹിച്ച് റസൂലിനെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും സ്നേഹിച്ച ഒരു മനുഷ്യനായി തോന്നിയത് ഒരു നീഗ്രോ അടിമയായ ഒരു സാധാ മനുഷ്യനാണ്. നിങ്ങൾക്കും അങ്ങനെ ഇരിക്കും അനുഭവപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ബിലാൽ, ആ പേര് നമുക്കൊക്കെ അറിയാം. ഉമയ്യത്തും മക്കളും ബിലാലിൻ്റെ യജമാനനായിരുന്നു ഉമയ്യ. അവരെ ഏൽപ്പിച്ച പീഡനപർവം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പക്ഷേ അതൊന്നും ബിലാലിൻ്റെ വിശ്വാസത്തിലൊട്ടും കുറവ് വരുത്തിയില്ല. കരുത്ത് കൂടുക ചെയ്തത് ബിലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫത്ഹ്, ആ മക്ക ഫത്ഹിന്റെ പ്രഖ്യാപനത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ആളങ്ങനെ നോക്കുകയാണ്. ഓരോരുത്തരും ശ്രദ്ധിക്കുന്നുണ്ട് ആരുടെ അടുത്തേക്കാണ് നബിയുടെ കണ്ണ് തിരിയുന്നത് എന്ന്. നബിയുടെ കണ്ണ് ഉടക്കി നിന്നത് ബിലാലിലായിരുന്നു. അന്ന് ഉമയ്യത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഒരു കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആരാ ഉമയ്യ? ക്രൂരമായി ബിലാലിനെ മർദ്ദിച്ച് കൊല്ലാനാക്കിയ യജമാനൻ കാണുന്ന കാഴ്ച വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു വന്യമായ, ഒരുപാട് കാടുകളിൽ ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എല്ലാ ദിവസവും മദീനയിൽ താമസമാക്കിയ ശേഷം നബിയുടെ വീട്ടിൻ്റെ മുമ്പിലൂടെയാണ് പള്ളിയിലേക്ക് പോവുക ബാങ്ക് വിളിക്കാൻ. മദീനയിൽ ഒരു മ്യൂസിയം ഉണ്ട്, നിങ്ങൾ കാണേണ്ട മ്യൂസിയമാണ്. ബിലാല് ബാങ്ക് കൊടുക്കാൻ പോകുന്ന റൂട്ടുണ്ട് ആ മ്യൂസിയത്തിൽ.
നബിയുടെ വീടിൻ്റെ മുമ്പിലെത്തുമ്പോൾ ബിലാൽ വിളിച്ചു പറയും അസ്സലാ അസ്സലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിലായി. അന്നും ആദ്യത്തെ ദിവസം ബിലാൽ നബിയുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ വിളിച്ചു പറഞ്ഞു അസ്സലാ അസ്സലാ യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിക്ക് അത് കേൾക്കുന്നത് ഭയങ്കര ഹരമായിരുന്നു. പക്ഷേ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നബി തിരുമേനിയുടെ വാതിലിന് ചുറ്റുമാടുകൾ കൂടി നിൽക്കുന്നുണ്ട്. ബിലാലിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നബി കണ്ണു തുറന്നു. എന്നിട്ട് പറഞ്ഞു, ബിലാൽ, അബൂബക്കറിനോട് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പറയണമെന്ന്. ബിലാലിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതൊരു തിങ്കളാഴ്ചയായിരുന്നു. അന്നുച്ചയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബിയുടെ ഖബറടക്കം നടന്നിട്ടില്ല. ളുഹർ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ബിലാൽ ബാങ്ക് വിളിച്ചു. പക്ഷേ ബാങ്കിൻ്റെ മൂന്നാമത്തെ ലഫ്ള് പൂർത്തിയാക്കാൻ ബിലാലിന് സാധിച്ചില്ല. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാൻ ബിലാലിൻ്റെ കണ്ഠമിടറി, തൊണ്ട വരണ്ടു. ആ രംഗം വിവരിക്കുന്നുണ്ട് ചരിത്രകാരന്മാർ. പള്ളിയിൽ നിന്ന് വലിയ ഏങ്ങലടികൾ കേട്ടു. അത് കൂട്ടക്കരച്ചിലായി മാറി. ഞാൻ പറഞ്ഞതൊരു സ്നേഹത്തിൻ്റെ രൂപമാണ്. ഇതിവിടെ ഒന്നും അവസാനിക്കുന്നില്ല. നബിയുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു രംഗമുണ്ട്. പിതൃവ്യനായ അബ്ബാസും അദ്ദേഹത്തിൻ്റെ മക്കളും അലി റളിയല്ലാഹു അൻഹുവും കൂടിയാണ് കുളിപ്പിക്കുന്നത്. ബിലാൽ ചെന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്തേക്ക്. വാതിൽപ്പള്ളിയിലൂടെ ബിലാൽ നോക്കുന്ന രംഗം ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെയും അവസാനിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു. നബിയുടെ ജനാസക്ക് ആരാ ഇമാമെന്ന് ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. ജനാസക്ക് ഇമാം നിൽക്കാൻ ഇമാമുണ്ടായിട്ടില്ല. എല്ലാവരും നമസ്കരിക്കുകയായിരുന്നു. റസൂലിനെ സ്നേഹിച്ച ആ സമൂഹത്തിൻ്റെ കഥ ഒരു ബിലാൽ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ചെറിയ ചെറിയ സംഘങ്ങളായി മദീനയിലെ ആബാലവൃദ്ധം ജനങ്ങൾ, മുഹാജിറുകളും അൻസാറുകളും സ്ത്രീകളും കുട്ടികളും അടിമകളും മദീനയിലെ മുഴുവൻ വിശ്വാസികളും ചെറിയ ചെറിയ സംഘങ്ങളായി വന്ന് നബിക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ ഖബറടക്കാൻ നേരം ഇരുട്ടിപ്പോയി. ആ ദിവസങ്ങളിലൊക്കെ ബിലാൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് കൊടുത്തപ്പോഴൊക്കെ പള്ളികളിൽ കൂട്ടക്കരച്ചിലായിരുന്നു. പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ജനാസ ഖബറടക്കി. ഖബറടക്കം കഴിഞ്ഞപ്പോഴേക്ക് നട്ടപ്പാതിര കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംഭവമുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ. നമ്മൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യേണ്ട സംഭവമാണ്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഓരോരുത്തരും ആഗ്രഹിച്ചു അവസാനമായി
നബിയുമായൊരു സാമീപ്യം പുലർത്തണമെന്ന്. സ്നേഹത്തിൻ്റെ ആ എന്താ പറയുന്നത്, നിറഞ്ഞൊഴുകുകയാണ്. മുഗീറ സഹാബിയാണ്, അദ്ദേഹം തന്നെ പിന്നീട് അത് പറയുന്നുണ്ട്. സംഭവം ഒന്നും അറിയാത്തതുപോലെ മുഗീറ തൻ്റെ കയ്യിലുള്ള മോതിരം ഖബറിലേക്ക് ഇട്ടു. വീണതുപോലെയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ ആ മോതിരം എടുക്കാൻ വേണ്ടി ഖബറിലിറങ്ങുമ്പോൾ അവസാനമായി എനിക്ക് റസൂലുള്ളാഹിനെ തൊടാൻ വേണ്ടിയാ. നബിയുടെ ഖബർ മൂടിക്കഴിഞ്ഞപ്പോൾ ബിലാൽ ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളൊക്കെ ഉണ്ടാവും, നമ്മുടെ നാട്ടിലൊക്കെ ഖബർ മൂടിയാൽ അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു വെള്ളം ഒഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലഭാഗം മുതൽ കാൽഭാഗം വരെ വെള്ളം കുടഞ്ഞു. എല്ലാവരും ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീനാണ്. അവർ പറയുന്നുണ്ട്, മദീന മുഴുവൻ ഉറങ്ങാതെ റസൂലിനോടുള്ള സ്നേഹം കരഞ്ഞ് കരഞ്ഞ് തീർക്കുകയാണ്. പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ത്രീകൾ മണ്ണ് കൂട്ടി മൺവെട്ടിയെ കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഖബറിലേക്ക് മണ്ണിടുന്ന ശബ്ദം ഞങ്ങളിങ്ങനെ കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അന്ന് സുബ്ഹി റസൂലുള്ളാഹിയുടെ ഭൗതിക ജഡം പോലുമില്ലാത്ത ആ ദിവസം ആദ്യത്തെ സുബ്ഹി ബാങ്ക്, ബിലാലിൻ്റെ അവസാനത്തെ ബാങ്ക് അതായിരുന്നു. പിന്നീട് ബിലാൽ മദീനയിൽ ബാങ്ക് വിളിച്ചിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ ബിലാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖാണ് നാട്ടിലില്ലാത്ത പൈസ കൊടുത്ത് ഉമയ്യൻ്റെ അടുത്ത് നിന്ന് ബിലാലിനെ വാങ്ങി മോചിപ്പിച്ചത്. അബൂബക്കർ ഖലീഫയാണ്. ഖലീഫയോട് പോയി സമ്മതം ചോദിച്ചു, എന്നെ മദീനയിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന്. അദ്ദേഹത്തിന് മദീനയിൽ ജീവിക്കാൻ കഴിയുന്നില്ല. ഷാമിലേക്ക് പോകാനാണ് അനുവാദം ചോദിച്ചത്. ഖലീഫ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, ബാങ്ക് വിളി തുടരണം എന്ന് ഖലീഫ കൽപ്പിച്ചു. ബിലാൽ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് തീരാത്ത കടപ്പാടുണ്ട്. എന്നെ മോചിപ്പിച്ചത് അങ്ങാണ്, വലിയ തുക കൊടുത്ത്. ഖലീഫ, താങ്കളോടൊപ്പം നിൽക്കാനാണ് എന്നെ താങ്കൾ മോചിപ്പിച്ചതെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കും. അതല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചാണ് മോചനമെങ്കിൽ എന്നെ എൻ്റെ വഴിക്ക് വിടണം. ബിലാലിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ അബൂബക്കർ വഴങ്ങി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. പക്ഷേ ബാക്കി പൂർത്തിയാക്കാൻ ബിലാൽ സമ്മതിച്ചില്ല. അങ്ങനെ അന്ന് മദീന വിട്ട് ബിലാൽ ഷാമിലേക്ക് പോകും. ഖലീഫ മരിച്ചു. ഞാൻ ആ സ്നേഹത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ സ്നേഹം, നാവിൻ്റെ സ്നേഹം, അതിൻ്റെ ആ രംഗം, അവസാനത്തെ രംഗം അതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയായി. ഷാമിലാണ് ബിലാലുള്ളത്. ഷാം എന്ന് പറഞ്ഞാൽ സിറിയ അല്ല കേട്ടോ, ഇന്നത്തെ സിറിയ അല്ല. ഷാം എന്ന് പറഞ്ഞാൽ ഫലസ്തീനും പ്രദേശവുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്
ഖുദ്സ് മോചിപ്പിച്ചു. എന്നിട്ട് ഖുദ്സിൻ്റെ താക്കോല് വാങ്ങാൻ ഉമർ റളിയല്ലാഹുവിന് പോകുന്നുണ്ട്. യാത്ര മധ്യേയുള്ള ഒരു സ്ഥലത്താണ് ബിലാൽ താമസിക്കുന്നത്. ഡമസ്കസിനടുത്ത് ജാബിയ എന്ന പ്രദേശത്താണ്. അവിടെ ബിലാലിനെ വിളിച്ചു വരുത്തി ഉമർ റളിയല്ലാഹുവിന്. ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട സഹാബികളുണ്ട്. ഖാലിദ് ബിൻ വലീദുണ്ട്, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹുണ്ട്, യസീദ് ബിനു അബി സുഫിയാനുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട പലരുമുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിലിരുന്ന് അവർ പല കാര്യവും ചർച്ച ചെയ്ത് ളുഹർ നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ സഹാബികൾക്ക് ഭയങ്കര ആഗ്രഹം ബിലാലിൻ്റെ ബാങ്കൊന്ന് കേൾക്കാൻ. എല്ലാവരും ബിലാലിനോട് പറഞ്ഞു. പക്ഷേ ബിലാൽ സമ്മതിച്ചില്ല. അവസാനം അവർ ഖലീഫയോട് ചെന്ന് പറഞ്ഞു. ഖലീഫ ബിലാലിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിന്റെ ബാങ്ക് കേൾക്കാൻ കൊതിയാണ്. ബിലാൽ പറഞ്ഞു, ഞാൻ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, റസൂലുള്ളാഹിക്ക് ശേഷം ഞാൻ ആർക്ക് വേണ്ടിയും ബാങ്ക് വിളിക്കൂല. പക്ഷേ ഖലീഫ കൽപ്പിച്ചതുകൊണ്ട് ഈ ഒരൊറ്റ നമസ്കാരത്തിന്, ഒരു ളുഹർ നമസ്കാരം, ഒരു ബാങ്ക് ഞാൻ വിളിക്കൂല. എല്ലാവരും അത് കേൾക്കാൻ കാത്തിരുന്നു. ഒരുപാട് കാലം മദീനയിൽ മുഴങ്ങിയ ആ ശബ്ദം ഡമസ്കസിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ മുഴങ്ങുകയാണ്. അവിടെയും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പൂർത്തിയാക്കി പറയാൻ ബിലാലിന് സാധിച്ചില്ല. ബിലാലിന് മാത്രമല്ല, അത് കേട്ടതോടുകൂടി കരുത്തനെന്ന് നാം വിളിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് വരെ കുലുങ്ങിപ്പോയി. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പൊട്ടി അന്ന് കരഞ്ഞത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. കരച്ചിലടക്കാൻ അവർ പാടുപെട്ടു. ഇതാണ് സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്നത്. എനിക്കറിയില്ല ഈ സ്നേഹത്തെ നമ്മൾ എന്താണ് വിളിക്കുക, എങ്ങനെയാണ് ഈ സ്നേഹത്തെ നിർവചിക്കുക, എങ്ങനെയാണ് ഈ സ്നേഹത്തിൻ്റെ രൂപത്തെക്കുറിച്ച് നമ്മൾ പറയുക. മൂന്നാമതായി, സഹാബത്ത് നബിയെ സ്നേഹിച്ചത് ശരീരം കൊണ്ടായിരുന്നു. നാവ് ശരീരത്തിൽപ്പെട്ട അവയവമല്ലാത്തത് കൊണ്ടല്ല ഞാൻ നാവ് വേറെ പറഞ്ഞത്. ചരിത്രം അങ്ങനെയാണ്. ശരീരം കൊണ്ട് സ്നേഹിക്കുക മാത്രമല്ല, അവരെ അനുകരിച്ചു. അതാണ് ഇത്തിബാ എന്ന് പറഞ്ഞത്. ഇന്ന് നമ്മൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഒരു സുന്നത്തുണ്ട്. അത് ഫിഖ് നിർവചിച്ച സുന്നത്താ. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റല്ല. ഇതല്ല സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഇത്തിബാ. അത് ഏത് വിഷയത്തിലും, ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാര്യത്തിലും. ഞാനൊരു മനോഹരമായൊരു ഉദാഹരണം പറഞ്ഞുതരാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നൊരു സംഭവമാണ്. ഒരു തയ്യൽക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. തയ്യൽക്കാരൻ. അങ്ങനെ നബിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഞാനും ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടാവുമല്ലോ എപ്പോഴും. തയ്യൽക്കാരൻ്റെ ഭക്ഷണ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരങ്ങ അറിയാലോ എല്ലാവരും, ചരങ്ങ തെരഞ്ഞെടുത്ത് കഴിക്കുന്നുണ്ട്. റസൂൽ ഇങ്ങനെ ഈ ഇറച്ചിയും ചരങ്ങയൊക്കെ ഇട്ട് ഭക്ഷണം കറി ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചത്? അനസ് ബിൻ മാലിക് ഈ സംഭവം എന്ന് പറഞ്ഞു ആളുകളോട്. പിന്നീട് ചരങ്ങക്ക് ഭയങ്കര മാർക്കറ്റായിരുന്നു മദീനയിൽ. ഞാൻ ആ ഇത്തിബാന്റെ ഒരു രൂപം പറഞ്ഞു, അനുകരണത്തിൻ്റെ ഒരു രൂപം. നമുക്കിത്
തസവ്വൂറാക്കാൻ കഴിയില്ല. നമ്മുടെ ഭാവനയിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെയായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, എവിടെ എത്തി? 200 കോടി ജനങ്ങൾ ഇന്ന് ഇപ്പൊ രാത്രിയിലെ ഇനി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത് റസൂലുള്ള കിടന്നതുപോലെയാണ്, റസൂലുള്ള പറഞ്ഞതുപോലെയാണ്, അല്ലേ? റസൂലുള്ള പറഞ്ഞതുപോലെയാണ് ആഹാരം കഴിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, സത്യത്തിൽ ഇന്നെന്താ വെച്ചാൽ നമ്മളിതിങ്ങനെ പറയുകയാണെന്നേ ഉള്ളൂ. അവർക്കുണ്ടായ ഒരു പ്രത്യേകത, അവർ നബിയെ മനസ്സിലാക്കി, നബിയെ അറിഞ്ഞു എന്നതാണ്. അതാണ് നബിയുടെ കാലത്ത് അബൂ സുഫിയാനും ഉണ്ട്, അബൂജഹലും ഉണ്ടല്ലോ. അബൂ സുഫിയാനും അബൂജഹലും ഉണ്ട്. അബൂ സുഫിയാൻ നബിയെ സ്നേഹിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ സ്നേഹിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. അബൂജഹലിന് കിട്ടിയില്ലല്ലോ. എന്തേ? അതാണ് ഞാൻ പറഞ്ഞത്. അതെന്താ? അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദി മൻ യശാ. റസൂലുള്ളാഹി ആഗ്രഹിച്ച ഒരു ഹിദായത്തുണ്ടായിരുന്നല്ലോ. റസൂലുള്ളാഹി ആഗ്രഹിച്ചല്ലോ അബൂ താലിബ് ഒന്ന് കലിമ ചൊല്ലി കിട്ടണമെന്ന്. എത്രയാ കിണഞ്ഞ് പരിശ്രമിച്ചത്? ഇല്ലല്ലോ. നിരാശനായി റസൂലുള്ളാഹി അബൂ താലിബിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ജിബ്രീൽ വന്നത്. എന്നിട്ട് പറഞ്ഞതാ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നിനക്കിഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല നബിയെ. സത്യത്തിൽ റസൂലുള്ളാഹിനെ കണ്ടാൽ തന്നെ മുസ്ലിമാകുമായിരുന്നു അന്ന് ആളുകൾ. ഒരു വലിയ അവസാന കാലഘട്ടത്തിലെ അവസ്ഥ അതായിരുന്നു. കാരണം അത് അത്രമാത്രം റസൂലുള്ളാഹിയുടെ ജീവിതവുമായി അവർക്ക് ബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ, ഈ ചരിത്രത്തിൻ്റെ തത്വശാസ്ത്രം എഴുതിയ ആളുകൾ റസൂലുള്ളാഹിയുടെ അപ്രോച്ചിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് വിശദീകരിച്ചു, അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പറയാത്തത്. അബൂജഹലും അബൂ സുഫിയാനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഒരു വ്യത്യാസമില്ലല്ലോ. ഫിസിക്കലി ഒരു വ്യത്യാസമില്ല, കുടുംബപരമായി ഒരു വ്യത്യാസമില്ല. മക്കക്കാരാണ്, ഖുറൈശികളാണ്, ഒക്കെയാണ്. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായി. അതെന്താണെന്നറിയോ? അബൂജഹൽ കണ്ടത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെയാണ്. ശരിക്കും മനസ്സിലായിക്കോളി ആ വ്യത്യാസം. നമ്മുടെ പ്രശ്നവും അതാണ്. അബൂ സുഫിയാൻ കണ്ടത്, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് കണ്ടത് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിനെയല്ല, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദിനെയാണ്. അതാണ് വ്യത്യാസം. നമ്മുടെ പ്രശ്നവും അതാണ്. നമുക്ക് അപ്പുറത്തുള്ളത് ചിന്തിക്കാൻ കഴിയില്ല, അതപ്പുറത്തുള്ളത് ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതമൊക്കെ നശിച്ചു പോയത് ഈ ഒരു കാരണത്താലാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ ചർച്ച മുഴുവൻ നബിയെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടയോ, എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ആയി മാറുന്നത്. ആകാൻ പാടില്ല. നമുക്ക് നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മനുഷ്യരെല്ലാവരേക്കാളും, എല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് സൂറത്ത് തൗബയിലെ 24-ാമത്തെ വചനമുണ്ട്. അത് ഭയങ്കര ഒരു വചനമാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, ഖുൽ ഇൻ കാന ആബാഉക്കും. വായിച്ചു നോക്ക്, വല്ലാത്തൊരു വാക്കാ. 24-ാമത്തെ വചനം. ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശിർ. ഇനി ആരാ പറയാനുള്ളത്? ആരുമില്ല. നിങ്ങളുടെ പിതാക്കൾ, മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ. ഒന്നില്. ഇനി അടുത്തത് വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത്. വതിജാറതൻ തഖ്ശൗന കസാദഹാ, നഷ്ടം വരുമോ എന്ന് പേടിച്ച് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന കച്ചവട വസ്തുക്കൾ, കച്ചവടങ്ങൾ. വമസാകിനു തർദൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ. അടുത്ത വാചകം വായിക്കണം.
അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂൽ, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായി തീരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളതിലല്ലേ അടുത്തതാണ് റസൂലിനേക്കാളും. അതുപോലെ വജിഹാദിൻ ഫി സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ. ഈ 3 സംഗതികളാണ്. ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹം, 2 റസൂലിനോടുള്ള സ്നേഹം, 3-ാമത്തേത് ജിഹാദ് ചെയ്യാനുള്ള മനോഭാവം. നമുക്ക് കഴിയില്ല. എനിക്ക് ഈ ആയത്തൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പേടി വരുന്നുണ്ട്. കഴിയില്ല. നമ്മളെന്തിനാ അത് വായിക്കണേ? എന്തിനാ പറയുന്നത്? സാധിക്കൂല. ആ പറഞ്ഞ വസ്തുക്കളെക്കാളൊക്കെ, ആബാകളേക്കാൾ, അബ്നാകളേക്കാൾ, ഇഖ്വാനുകളേക്കാൾ, അസ്വാജുകളേക്കാൾ, കുടുംബത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, കച്ചവട ബിസിനസ്സുകളേക്കാൾ, എൻ്റെ വീടിനേക്കാളൊക്കെ എനിക്കിഷ്ടപ്പെട്ടത് ഈ 3 ആയിട്ടില്ലെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനൊപ്പം വരും. നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളെ തകർക്കാനുള്ള കൽപ്പന വരും. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതാണ് അടിസ്ഥാന പ്രശ്നം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അവിടെ ഫാസിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും തോന്നിയാസം ചെയ്തവനല്ല, ഈ ഒരു മനോഭാവം ഇല്ലാത്തവനാണ്. അള്ളാഹുവിനെ സ്നേഹിക്കാൻ, റസൂലിനെ സ്നേഹിക്കാൻ, ജിഹാദ് ചെയ്യാൻ സാധിക്കാതെ പോകുന്ന സമൂഹം. അതാണ് നമുക്ക് സാധിക്കണില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ അങ്ങനെ. നമ്മൾ നോക്കൂ, നമ്മുടേക്കാൾ നമുക്ക് അർഹത, ബന്ധമുണ്ടാകേണ്ടത് ഖുർആൻ പറഞ്ഞു തരുന്നതാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മുടെ സ്വന്തത്തെക്കാൾ മുഅ്മിനുകൾക്ക് ഏറ്റവും ബന്ധമുണ്ടാകേണ്ടത് അങ്ങനെ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലൊരു മഹാസംഭവമുണ്ട്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അത് ഉമർ റളിയല്ലാഹു അൻഹു വലിയ കാര്യത്തിൽ നബിയോട് പറയാം ഒരു ദിവസം, നബിയെ, എനിക്ക് എൻ്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. അപ്പോൾ റസൂൽ അതിന് നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഉമർ ബിൻ ഖത്താബ് നിൽക്കുമ്പോൾ റസൂൽ പറഞ്ഞു, ലാ വല്ലദീ നഫ്സി ബിയദി ഹത്താ അകൂൻ അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ആയിട്ടില്ല ഉമർ, ഞാൻ നിന്റെ സ്വന്തം ശരീരത്തേക്കാൾ നിനക്കിഷ്ടപ്പെട്ടതാകണം, അപ്പോഴേ നീ വലിയ ആളാവുള്ളൂ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരുത്തി പറഞ്ഞു, എന്നാ റസൂലെ, ഞാൻ എന്നേക്കാൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അപ്പം റസൂൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അൽ ആന യാ ഉമർ, അൽ ആന യാ ഉമർ. ഉമറെ, ഇപ്പോഴാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ സംസാരിക്കുന്ന എന്നെ കുറിച്ചാട്ടോ പറയുന്നത്? സാധിക്കുമോ നമുക്ക്? നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ സുഖം അത് റസൂലുള്ള പറഞ്ഞതിനെതിരാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം, നമ്മളുടെ ഒരു ജീവിത രീതി, നമ്മളുടെ ഒരു സ്വഭാവം, അത് റസൂലുള്ളാന്റെ രീതിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ നമുക്ക് പറ്റുമോ? നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്ക് ഈമാൻ കിട്ടാത്തതിൻ്റെ കാരണം, അടിസ്ഥാന കാരണം സഹോദരന്മാരെ ഇതാണ്. നമുക്ക് കിട്ടുമല്ലോ ഒരു കാലത്തും. ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു അനുഭവമാണ്, ആസ്വാദനമാണ്, രുചിയാണ്. അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഈമാനിൻ്റെ മധുരം കിട്ടും. ഞാൻ പറഞ്ഞ അതൊരു അനുഭവമാണ്, മധുരമാണ്. ഒന്നാമത്തെ എന്താ? അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അതാണ്, അള്ളാഹുവും അവൻ്റെ റസൂലും മറ്റെല്ലാവരെക്കാളും അവന് പ്രിയങ്കരമാകും. എന്ത് പ്രിയങ്കരമാകാൻ? അതാണ്, അത് പ്രിയങ്കരമാകണം. അതാണ് സഹാബത്തിന് കിട്ടിയത്.
നമുക്ക് കിട്ടാതെ പോകുന്നത്. അതുകൊണ്ടാണ് ഈമാനിൻ്റെ ഹലാവത്ത് നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ മറന്നുപോകണമെന്നേ. നമസ്കാരമുള്ള, നോമ്പുള്ള, സക്കാത്തുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന മനുഷ്യൻ അവൻ്റെ ജീവിത സംസ്കൃതിയിൽ അല്ലാഹുവില്ല റസൂലുമില്ല. നിങ്ങൾ ആലോചിക്കൂ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആരോടൊക്കെ വെറുപ്പ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഏതാണ് ഈ ഹൃദയം? ഈ ഹൃദയവുമായി, ഈ മനസ്സുമായി ചെന്നാൽ ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമോ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സലീമാകണ്ടേ. ആരുടെയൊക്കെ ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, ഹസദ് പറയാൻ പറ്റുമോ? എന്തൊക്കെയുള്ളത്? എവിടുന്നാ നമുക്ക് ഈമാൻ കിട്ടുക? നമ്മളെ നമസ്കാരം സലാത്തല്ല. സലാത്തൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതൊന്നും സലാത്തല്ല. നമ്മളിങ്ങനെ ഉരുണ്ട് മറിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സിലത്തും ഉണ്ടായിത്തീരുന്നില്ല. സിലത്തുണ്ടായിത്തീരുന്നുവെങ്കിൽ അവിടെ റബ്ബ് നമ്മളെ സഹായിക്കും. നമ്മുടെ ഹൃദയം റബ്ബ് ശുദ്ധീകരിക്കും, മനസ്സ് ശുദ്ധീകരിക്കും, നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കും. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നിടത്തേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും. ആരെയും പേടിക്കാത്ത, ഒരു ദുഃഖവും നമ്മളെ പരവശമാക്കാത്ത അവസ്ഥയിലേക്ക്. രണ്ടാമത് പറഞ്ഞത് ഒരാളെ സ്നേഹിക്കുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കണം. പറ്റുമോ? എന്തെങ്കിലും ഒന്ന് കിട്ടണത് നിന്നുപോയാൽ നിന്നിലെ സ്നേഹം അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് വന്നു പോയാൽ നിന്നിലെ സ്നേഹം? പിന്നെ വെറുപ്പായില്ലേ? പന്തിനെ സ്നേഹിച്ചിന് കിട്ടാത്തതാ. മൂന്നാമത്തെ വിഷയം കുഫറിലേക്ക് അള്ളാഹു കുഫറിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന്, നിഷേധത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയ ശേഷം അതിലേക്ക് മടങ്ങുന്നത് അഗ്നിയിലേക്ക് എറിയപ്പെടുന്നത് പോലെ വെറുക്കണം. എന്തെങ്കിലും ഒരു കുഫറിന്റെ വാക്കോ പ്രവർത്തനമോ വിശ്വാസമോ നമുക്ക് വരുന്നത് അത്രയും പ്രയാസമായി വരണം. അതാണ് ഈ മൂന്നിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തേത് അതാണ്, യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവ. ഇത് വാക്കല്ലേ. അഹബ്ബ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാകണം? അള്ളാഹു ആകണം, റസൂലാവണം. അന്നാണ് നമ്മൾ മുഅ്മിനാണ്. പിന്നെ നമുക്കൊരു ടെൻഷനും പ്രശ്നവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഏതെങ്കിലും മനുഷ്യന്മാരെ എങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളും കണ്ടിട്ടുണ്ടാവും. ഫ്രീലാൻസിനെ കുറിച്ചല്ല പറയുന്നത്. മറിച്ചൊരു ബേജാറുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഒരു സംഗതി ഉണ്ടാവില്ല. അതിൻ്റെ പ്രശ്നം, അതിൻ്റെ വിഷയം ഇതാണ്. ഇത് നമുക്ക് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വല്ലാത്ത സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹദ് യുദ്ധത്തിൽ ഒരു രംഗമുണ്ട്. റസൂൽ കൊല്ലപ്പെട്ടു എന്ന് കിംവദന്തി കേട്ട യുദ്ധമാണെന്ത്? വഹദ് യുദ്ധം. എല്ലാവർക്കും അറിയാലോ. അന്ന് ഒരു മനുഷ്യനുണ്ട് നബിൻ്റെ ചുറ്റും. അദ്ദേഹത്തിൻ്റെ പേര് ത്വൽഹത്ത് ബിനു ഉബൈദില്ല എന്ന്. ത്വൽഹത്ത് ബിനു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഭയങ്കര. ഇമാം തിർമിദി ചേർത്തിട്ടുണ്ട്. മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർദ് ഫൽയൻദുർ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ. എന്താ പറഞ്ഞേ? ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഷഹീദിനെ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ ത്വൽഹത്ത് ബിൻ ഉബൈദുള്ളയെ നോക്കട്ടെ. ഭൂമിയിലൂടെ നടക്കുന്ന ഷഹീദായിരുന്നു ആര്? എന്താ പ്രശ്നം എന്ന് അറിയുന്നത്? എന്തായിരുന്നു ത്വൽഹത്ത് ചെയ്തത്? ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലലാണുള്ളവരുടെ വിഷയം. കൊല്ലാൻ വേണ്ടി അമ്പിങ്ങനെയും കുന്തം കൊണ്ട് ഇങ്ങനെ ഏറി വരും. അത് നോക്കിയിട്ട് സ്വന്തം ശരീരം കൊണ്ട് തടുക്കുകയില്ല. സ്വന്തം ശരീരം കൊണ്ട് 70ഓളം അമ്പുകൾ ത്വൽഹയുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഞാൻ കഥ പറയല്ല. ഈ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ആർക്കെങ്കിലും കഴിയോ?
ഇതാണ് സ്നേഹം. ആ സ്നേഹം ഹൃദയം കൊണ്ട് വേണം, നമ്പർ 1. അതാണ് 3 തലം എന്ന് പറഞ്ഞു. നമ്പർ 2 നാവ് കൊണ്ട് വേണം. നമ്പർ 3 ശരീരം കൊണ്ട് വേണം. അതാ ശരീരം കൊണ്ട് വേണം. ആ സ്നേഹത്തിൻ്റെ രേഖകൾ വേണം നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് റസൂൽ നമ്മളെ കൂടെ ഇല്ല, നമുക്ക് തടുക്കാനൊന്നുമില്ല എന്ന് വിചാരിക്കണ്ട. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നബിയിലുള്ള വിശ്വാസം നമുക്ക് പൂർണ്ണമായിരിക്കണം, നിസ്സംശയമുള്ള വിശ്വാസമായിരിക്കണം. അതാണ് സൂറത്ത് ഹുജറാത്തിൽ അള്ളാഹു പഠിപ്പിച്ചത്. ഇന്നമൽ മുഅ്മിനൂൻ. ആരാ ഇന്നമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ എന്താണ്. യുഫീദുൽ ഹസ്ര എന്ന്, മാത്രം എന്നർത്ഥമാണ്. ഈ പറയുന്നവർ മാത്രമാണ് മുഅ്മിനുകൾ. ആരാ? അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി. അവരല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചു. സുമ്മ എന്നിട്ട് ലം യർതാബു. അവിടെ നിൽക്കട്ടെ. ലം യർതാബു. ഒരു സംശയവുമില്ല. നമുക്കിന്ന് സംശയമേ ഉള്ളൂ. സംശയിപ്പിച്ചിട്ട് നമ്മളങ്ങോട്ട് ശരിയാക്കാണ് ശൈത്താൻ. സംശയം പാടില്ല. റസൂലിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ റസൂലിന് ലഭിച്ച മുഅ്ജിസത്തുകൾ, റസൂലിൻ്റെ വാക്കുകൾ അതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ആൾക്കാർ പറയാൻ ചന്ദ്രൻ പിളർന്ന സംഭവം, ഇഖ്തറബത്തി സ്സാഅതു വൻഷഖൽ ഖമർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇസ്രാ മിഅ്റാജ് ഉണ്ടാവില്ല. ജീവികൾ റസൂലിനോട് സംസാരിച്ചു, ഉണ്ടാവില്ല. കാരണം എന്താ? എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈത്തപ്പന റസൂലുള്ളാഹിക്ക് തണലിട്ട് കൊടുത്തു. റസൂൽ നടന്ന വഴിയിൽ വൃക്ഷങ്ങൾ റസൂലുള്ളാഹിനോട് സംസാരിച്ചു. പറ്റോ വിശ്വസിക്കാൻ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു. വല്ലാഹി ഇതൊരു വല്ലാത്ത വിഷയം. നമുക്കിത് പറയാനേ പറ്റൂ. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെത്തുമോ എനിക്കറിയില്ല. സുമ്മലം നിർത്താം. ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞതാണ്, സഹീഹായി നമുക്ക് റസൂലുള്ള പറഞ്ഞതാണ് എന്ന് ബോധ്യം വന്ന ഒരു വിഷയത്തിൽ സംശയിക്കാൻ എവിടെ അവകാശം? പിന്നെ എന്താ വർത്താനം? എന്താ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. പോരാ, വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കണം, പറ്റണം. അതാണ് സ്നേഹത്തിൻ്റെ അടയാളം. ഉലൈക ഹുമുസ് സാദിഖൂൻ. അവർ മാത്രമാണ് സാദിഖുകൾ, സത്യവാന്മാർ. സംശയമില്ലാത്ത വിശ്വാസമുണ്ടാകും. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇനി നമുക്ക് റസൂലുള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി സംശയമായിട്ട് ആരും വരണ്ട. ശക്കുണ്ടാക്കാൻ, റൈബുണ്ടാക്കാൻ, റസൂലുള്ളാഹിന്റെ പേരിൽ കെട്ടിപ്പറഞ്ഞതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. റസൂലുള്ളാഹ് പറഞ്ഞു എന്ന് ബോധ്യം വന്ന വിഷയം, അതെനിക്ക് മനസ്സിലായിട്ടില്ല, എൻ്റെ യുക്തിക്ക് ചേരുന്നില്ല, ഞാൻ പഠിച്ച ശാസ്ത്രത്തിനെതിരാണ്. നോ, പറ്റൂല. അപ്പൊ സ്നേഹം ഉണ്ടാവില്ല. രണ്ടാമത്തേത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം. പറഞ്ഞ കാര്യങ്ങൾ സത്യപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച കാര്യങ്ങൾ വെടിയണം. റസൂല് മതനിയമമാക്കി പഠിപ്പിച്ചത് ആ രൂപത്തിലാകണം. എങ്ങനെ ആരാധിക്കണം എന്ന് റസൂൽ പറഞ്ഞു, അങ്ങനെ നിസ്കരിക്കണം എങ്ങനെയെന്ന് റസൂൽ പറഞ്ഞു, അങ്ങനെ നിസ്കരിക്കും. മനസ്സിലായി? അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് പ്രധാനമാണ്. അല്ലാത്തവരൊക്കെ ചെയ്യുന്നത് റസൂലിനെ പ്രയാസപ്പെടുത്തുകയാണ്. റസൂൽ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നുന്നതാണല്ലോ. ബുദ്ധിക്ക് യോജിക്കുന്നില്ല, പ്രകൃതി വിരുദ്ധമാണ്, അസംഭവ്യമാണ് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തെയും റസൂലുള്ളാഹിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തന്ന മുഅ്ജിസത്തുകളെയും നിഷേധിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ പാടില്ല. സൂറത്തു നിസായിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, വമൻ യുശാഖിഖിർ റസൂൽ. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, കടുപ്പുള്ള വാക്കാ, എൻ്റെതല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖുർആനാ. വമൻ യുശാഖിഖിർ റസൂൽ. റസൂലിനെ ആരെങ്കിലും എതിർത്താൽ, റസൂലിനെ എതിർത്താൽ എപ്പോ? മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. സന്മാർഗം വ്യക്തമായി തെളിഞ്ഞ ശേഷം. എന്നിട്ട് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ.
സബീലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തെ ആരെങ്കിലും ഫോളോ ചെയ്താൽ, മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെയും സഹാബത്തിന്റെയും താബിഈകളുടെയും ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ആദ്യത്തെ 3 ഖൗമ്, അതാണ് മുഅ്മിനുകൾ എന്ന്. ആ മാർഗം, അതിനെ ആരെങ്കിലും യത്തബി ഗൈറ സബീൽ, അതല്ലാത്ത വല്ല മാർഗവും, അതാണ് ഇന്നത്തെ പ്രശ്നം. ആ മാർഗം ഉണ്ട് ഇവിടെ. റസൂലുള്ളാഹിന്റെ മാർഗമുണ്ട്, സഹാബത്തിന്റെ മാർഗമുണ്ട്, താബിഈകളുടെ മാർഗമുണ്ട്, താബിഈകളുടെ. പക്ഷെ അതെനിക്ക് വേണ്ട. അത് 6-ാം നൂറ്റാണ്ട് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട പുതിയ നൂറ്റാണ്ടാ. എന്നിട്ട് പുതിയ നൂറ്റാണ്ടിൽ എന്താ നിങ്ങളുടെ അടുത്തുള്ളത്? അള്ളാഹു പറയുന്നത്, ഇതാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നുവല്ലിഹി മാ തവല്ല. അള്ളാന്റെ വാക്ക് ഭയങ്കര. നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞ വഴിക്ക് നാം അവനെ തിരിച്ചുവിടും. ആരെങ്കിലും വന്ന് നിങ്ങളെ മാറ്റുന്ന ആരും വിചാരിക്കണ്ട. നിങ്ങളുടെ ഭാവം അതാണെങ്കിൽ നുവല്ലിഹി മാ തവല്ല. പിന്നെയോ വനുസ്ലിഹി ജഹന്നം, വനുസ്ലിഹി ജഹന്നം, നരകത്തിലിട്ട് നാം അവനെ കരിച്ചു കളയും. വസഅത് മസീറ, അതെത്രത്തെ മോശമായ പര്യവസാനം. സഹോദരന്മാരെ, ശരിക്ക് ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനമാണ്. രണ്ടാമതായി, റസൂൽ നമ്മൾ ഇത്തിബാ ചെയ്യണം. ഇത്തിബാ ആണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ഇത്തിബാ വളരെ പ്രധാനമാണ്. ഇത്തിബാ അള്ളാഹു വളരെ കൃത്യമായി പറഞ്ഞു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആർക്ക് കിട്ടുമെന്ന് സൂറത്ത് അറാഫിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. വറഹ്മതി വസിഅത് കുല്ല ശൈ, എൻ്റെ റഹ്മത്ത് എല്ലാറ്റിലും വ്യാപകമായുണ്ട്. ഫസഅക്തുബുഹാ, അത് പ്രത്യേകമായി ഞാൻ നൽകും, ഞാൻ രേഖപ്പെടുത്തും. ആർക്ക്? ലില്ലദീന യത്തഖൂൻ, 1 തഖ്വയുള്ളവർ, 2 വയഉതൂന സക്കാ, സക്കാത്ത് നൽകുന്നവർ, 3 വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുന്നവർ, 4 അത് കേട്ടോ, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മി. സൂറത്ത് അറാഫ് എല്ലാവരും നോക്കണം. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മി, ഉമ്മിയായ നബിയെ റസൂലാണ് എന്നതിൻ്റെ പേരിൽ ഫോളോ ചെയ്യുന്നവർ, അവർക്ക് റഹ്മത്ത് കിട്ടും. ഉമ്മി എന്നാണ് അവിടെ പറഞ്ഞത്. ഉമ്മി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ എന്താ? എഴുത്തും വായനയും അറിയാത്ത, യൂണിവേഴ്സിറ്റി പോയിട്ടില്ല റസൂല്. അതവിടെ പറഞ്ഞ പ്രത്യേകം. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മി. ഇത്തിബാ സഹോദരങ്ങളെ വളരെ പ്രധാനമാണ്. ഇത്തിബാ ഉണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാകൂ. ഇത്തിബാ ഉണ്ടെങ്കിലേ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക. ഇനി എന്താ വേണ്ടേ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് അങ്ങനെ ജീവിച്ചാൽ നമ്മൾ എവിടെത്തും? മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു വലിയ നിഅമത്ത് ചെയ്ത അമ്പിയാക്കന്മാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെടും. അള്ളാഹു കൂട്ടത്തിൽ നമ്മയൊക്കെ എത്തിക്കുമാറാകട്ടെ. എല്ലാവരും ആഗ്രഹിക്കുക. ഇത് ഞാനതാ പറഞ്ഞത്, ഇത് ഒരു ആഗ്രഹമാണ്. ആഗ്രഹം മാത്രമല്ല, ദുആവാണ്. ഓക്കെ, ശരിക്കും ശ്രദ്ധിച്ചോളി. ഒരു പ്രാർത്ഥന നമുക്ക് അവസാനിപ്പിക്കാം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാം, ദഅ റസൂലുള്ളാഹി ബിദുആഇൻ കസീർ. അല്ലാഹു റസൂൽ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ലം നഹ്ഫദ് മിൻഹു ഷൈഅൻ, ഞങ്ങൾക്കതൊന്നും കാണാതെ പഠിക്കാൻ പറ്റിയില്ല. നമ്മളെ പ്രശ്നം തന്നെ. ഖുൽനാ യാ റസൂലല്ലാഹ്, എന്നിട്ട് ഞങ്ങൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, ദഅൗത ബിദുആഇൻ കസീർ, റസൂലേ നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തു. ലം നഹ്ഫദ് മിൻഹു ഷൈഅൻ, ഞങ്ങൾക്കതൊന്നും കാണാൻ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യജ്മഉ ദാലിക കുല്ലഹു, അലാ അദുല്ലുക്കും അലാ മാ യജ്മഉ ദാലിക കുല്ലഹു, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ ദുആകളും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ദുആ പഠിപ്പിച്ചു തരട്ടെ? വേണ്ടേ? കേട്ടോ, എന്താ? തഖൂൽ, റസൂലുള്ളാഹി പറയാ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോളി. എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, ശരിക്ക് ശ്രദ്ധിക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക
മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻഹു നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅൻതൽ മുസ്തആനു വഅലൈക്കൽ ബലാഗ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കുറച്ചേ ഉള്ളൂ, 2 വരി. 2 എന്നുള്ളത് ഞാൻ ഒന്ന് കുറച്ച് പറഞ്ഞാണ്, 3 വരിന്ന് കൂട്ടിക്കും. എന്താ ഉള്ളത് കേട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് ചോദിച്ച എല്ലാ നന്മകളും. എങ്ങനെയുണ്ട്? എന്താ വാക്കുകൾ ആലോചിച്ചു. ഈ റസൂലുള്ളാഹിന്റെ നമ്മളോടുള്ള സ്നേഹത്തിന്റെ കട്ടിയാണ് കൂട്ടരെ. അത് ഇങ്ങോട്ട് സമ്മറൈസ് ചെയ്തിട്ട് തന്നില്ലേ, പോരാ. വഅഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, കാവലിനെ തേടുന്നു. മിൻ ശർരി മസ്തആദ മിൻഹു നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് കാവലിനെ തേടിയ എല്ലാ തിന്മയിൽ നിന്നും. റസൂലുള്ളാഹി ഭയങ്കര രസമാണ്. റസൂലുള്ളാഹി 60ഓളം വിഷയങ്ങൾ അഊദു ബിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. 60ഓളം വിഷയങ്ങൾ. ഞാൻ എണ്ണീറ്റ് എത്തിയത് 60 ആട്ടോ, ചിലപ്പോൾ അതിലധികം ഉണ്ടാവും. ഇവിടെ ഒറ്റ വരിയിൽ തീർന്നു. വഅഊദു ബിക മിൻ ശർരി മസ്തആദ മിൻഹു നബിയ്യുക മുഹമ്മദുൻ. എന്ത് രസം ആലോചിച്ചു. തീർന്നില്ല. വഅൻതൽ മുസ്തആൻ, റബ്ബേ നീയാണ് സഹായിക്കുക. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വഅലൈക്കൽ ബലാഗ്. സുബ്ഹാനല്ലാഹ്. അവസാനത്തതാണ് ഭയങ്കര. വലാ ഹൗല വലാ ഖുവത ഇല്ലാ. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് നോക്കൂ, കുറച്ചേ ഉള്ളൂ ജീവിതം. നിങ്ങൾ കണ്ടില്ല, ഈ ആഴ്ചയിൽ എത്ര ആളാ ചെറുപ്പക്കാർ, എത്ര ആളാ പോയത്. ഞാനിപ്പോൾ ഈ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊല്ലത്തുനിന്ന് ഒരാളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മളുടെ എന്ന സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കെ എത്രയും മംഗല കാസർഗോഡ് നിങ്ങൾ കണ്ടില്ല, എന്നല്ല ഒരു ആക്സിഡൻ്റ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ 6 സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളും സഹോദരികളുമായി. ഇതാണ് ജീവിതം. ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ റെഡിയായിക്കോളി ഏത് സമയത്തും എങ്ങനെയും. നമുക്ക് നോക്കൂ, ഞാനതാ പറഞ്ഞത്, നമ്മൾ ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ ഫ്രീ ആവും. നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, എപ്പോഴും പോകാം, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് പക്ഷെ നമ്മളൊന്ന് റെഡിയായാൽ മതി. അള്ളാഹു തആല നമുക്ക് അവസരങ്ങൾ തരുന്നു, സന്ദർഭങ്ങൾ തരുന്നു, കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു ചെറിയൊരു ശതമാനം, ഒരു 50% കേട്ടത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പോയാൽ മതി. അള്ളാഹു നമ്മളെ എത്തിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന, റസൂൽ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.